എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കൺട്രോൾ വയറിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അത് സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു പരിപാടിയാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള കൺട്രോൾ വയറിംഗ് ആണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിട്ടൊക്കെ നമ്മൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഈ ബിഗിനേഴ്സിനൊന്നും മനസ്സിലാവണമെന്നില്ല. എന്താണ് ഈ കൺട്രോൾ വയറിങ്, എന്താണ് ഈ കോണ്ടാക്ടർ, എന്താണ് റിലേ, എന്താണ് ഇങ്ങനെ ഒരുപാട് ഡിവൈസസ് ഉണ്ട്. ടൈമർ, ഡിലേ ടൈമർ, ഓൺ ഡിലേ, ഓഫ് ഡിലേ, ഒരുപാട് ടൈമേഴ്സ്, ഇമ്പൾസ് റിലേ, ഈ അങ്ങനെ ഒരുപാട് ഇതിനകത്തുണ്ട്. അപ്പം നമുക്കത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് ഒന്ന് ഇടയ്ക്കിട്ടിട്ട് ഇങ്ങനെ NC എടുത്ത് എണ്ണ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ബേസിക് മുതൽ നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ മുതൽ പഠിക്കാമെന്നുള്ളൊരു ആണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ഏതൊരു സിസ്റ്റം വർക്ക് ചെയ്യണമെങ്കിൽ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ ആ കൺട്രോളിനെ കമാൻഡ് കൊടുത്തു കഴിഞ്ഞ ശേഷവും അതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ റിലേ എന്ന് പറയുന്നത്. നമുക്ക് ഈ ചെറിയ റേറ്റഡ് ആംബിയർ തൊട്ട് വലിയ കോണ്ടാക്ട്, ഇത് ഒരു മീഡിയം കോണ്ടാക്ടറാണ്. ഇത് LC25 എന്ന് പറഞ്ഞൊരു കോണ്ടാക്ടറാണ്. ഇതിൻ്റെ മാക്സിമം ആംബിയർ എന്ന് പറഞ്ഞാൽ 40 ആംബിയറാണ്. ഇതിന് 40 ആംബിയർ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കൺട്രോൾ കമാൻഡുകൾ മാത്രം. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം എന്താ എങ്ങനെ സംഭവം എന്നും. ഇതിൻ്റെയൊക്കെ വോൾട്ടേജ് സപ്ലൈ എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് DC, അതുപോലെ തന്നെ ഇതും 12 വോൾട്ട് DC. ഇതൊക്കെ കാണാം. ഇതൊക്കെ 12 വോൾട്ട് DC PCBയിലൊക്കെ വരുന്ന ഇതാണ്, റിലേസാണിത്. ഇതൊക്കെ നമുക്ക് ഈ റിലേകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ട് AC റിലേ ആണ്. അപ്പം ഇത് ഈ മെയിനായിട്ട് ഈ സിഗ്നൽസ് വന്നാലും ഈ കൺട്രോൾസ് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ റിലേസാണ്. റിലേ ആണ് എല്ലാത്തിനും കമാൻഡ് കൊടുക്കുന്നത്. വലിയ PLC ആയാലും എന്താണെന്ന് പറഞ്ഞാലും അതിനകത്തൊരു റിലേ ഉണ്ട്. ആ റിലേ ആണ് ആ സിസ്റ്റത്തിനെ സ്വിച്ച് ചെയ്യിപ്പിക്കുന്നത്, മീൻസ് ഓൺ ആക്കിക്കുന്നത്. അപ്പം നമുക്ക് ലോഡ് കൂടിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ, വലിയ വലിയ മോട്ടോഴ്സൊക്കെ ആണെങ്കിൽ കമാൻഡ് വരുന്നത് ഒരു വോൾട്ടേജ് ആയിരിക്കും. ആ വോൾട്ടേജ് വന്നിട്ട് ഇത് സിഗ്നൽ ഇതിൽ കൊടുക്കുമ്പോൾ ഇത്ര ഹെവി യൂണിറ്റ് ഈ കോണ്ടാക്ടർ വഴിയാണ് ഇത് റൺ ആകുന്നത്. അല്ലെങ്കിൽ അതുപോലുള്ള വലിയ വലിയ കോണ്ടാക്ടേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ ചെറിയ കോണ്ടാക്ടറാണിത്. ഇതിൻ്റെയൊക്കെ വലിയ വലിയ കോണ്ടാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10, 300, 400 ആംബിയറൊക്കെ വലിക്കുന്ന കോണ്ടാക്ടറുണ്ട്. അപ്പം ഇത് നമുക്കിപ്പോൾ അതൊന്നും ഇവിടെ കൊണ്ടുവരാനൊന്നും പറ്റില്ല. അപ്പം അതിൻ്റെ ഒരു ബേസിക്കാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് റിലേ ആണ്. റിലേ ഇത് മോൾഡ് ടൈപ്പ്. ഇത് നമുക്കൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. മാനുവലിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. സീൽഡ് ടൈപ്പാണ് വരുന്നത്. ഇത് റിലേയുടെ ബേസാണ്. ഇത് 14 പിന്നിൻ്റെ റിലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് 8 പിന്നിൻ്റെ റിലേ വരുന്നുണ്ട്. 14 പിൻ. നമുക്ക് റിക്വയർമെൻറ്റ് അനുസരിച്ച് ആംബിയർ കൂടിയതും കുറഞ്ഞതും എല്ലാം വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് 230 വോൾട്ടിൻ്റെ റിലേ ആണ്. ഇതിൻ്റെ കോയിൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ 230 വോൾട്ടാണ്. ഓക്കെ. ഇത് അതിൻ്റെ ബേസ് ഇതുപോലെ തന്നെ ABBയുടെ ബ്രാൻഡിൻ്റെ ഒരു ബേസാണ്. ഇത് 14 പിന്നിൻ്റെയാണ്. ഇതിനെ നമുക്ക് 14 പിന്ന് മാത്രമല്ല, നമുക്ക് വേറെ 8 പിന്ന് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. മാക്സിമം 14 പിന്നിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ വേറൊരു റിലേ ആണ് ഇതൊരു DC റിലേ ആണ്. അപ്പം ഇതിനകത്തിലെ ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ, ഇതിനകത്തൊരു കോയിൽ സപ്ലൈ വേണം. ഈ കോയിലിനെ, ഇതിനകത്തൊരു കോയിലുണ്ടല്ലോ, ഈ കോയിലിനെ വർക്ക് ചെയ്യിക്കുമ്പോഴാണ് ഇത് മാഗ്നറ്റിക് ഫീൽഡായിട്ട് സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡാവും. അത് കഴിഞ്ഞപ്പോൾ ഈ സാധനം ഇങ്ങനെ താഴും, ഇങ്ങനെ വലിക്കും, ഇങ്ങനെ പ്രസ്സാവും താഴോട്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ. ഇത് ഇങ്ങനെ താഴോട്ട് പ്രസ്സാവും. ഈ സപ്ലൈ വരുന്നു, പ്രസ്സാവുന്നു. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ ആക്ച്വലി. അപ്പോൾ ഇതിനകത്ത് ഈ വയർ പോയിക്കുന്ന ഇത് കണ്ടോ, ഇതാണ് ഈ വയറിൻ്റെ കൊടുത്തിരിക്കുന്നതാണ് കോമൺ. ഈ കോമൺ പോയിക്കുന്നത് എങ്ങോട്ടാണ് നിങ്ങൾ നോക്കിയേ. ഈ കോമൺ പോയിക്കുന്നത് ഈ ലൈനിൽ കൂടെ പോയിട്ട് ഈ പോയിരിക്കുന്നത് ഈ 4 പോയിന്റുകൾക്ക് വേണ്ടി പോയേക്കുവാണ്. ഓരോരോ പോയിന്റിൽ നിന്നും 1, 2, 3, 4. അതുപോലെ തന്നെ ആ വയർ കണക്ഷൻ ചെയ്ത് വന്നിരിക്കും. ഈ വയർ കൊടുത്തിരിക്കുന്ന ഈ ലൈനാണ് കോമൺ എന്ന് പറയുന്ന സംഭവം. കോമൺ എന്ന് പറഞ്ഞാൽ 2 പേർക്കും യൂസ് ചെയ്യാനായിട്ടുള്ള ഒരു സാധനം എന്നാണ് കോമൺ. 2നും പറ്റും, കോമൺ ആണ്. അപ്പം
ഇതിങ്ങനെ ഇതിപ്പോഴത്തെ ഇപ്പോൾ എഴുതി വെച്ചിട്ടില്ലെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഇത് കോമൺ. ഈ ലൈൻ വന്ന് ഇതിൻ്റെ സെൻറ്ററിലല്ലേ നിൽക്കുന്നത്. ഈ സെൻറ്ററിൽ നിൽക്കുന്നതുകൊണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആകാൻ പറ്റും. ഈ കോണ്ടാക്ട് ഇപ്പോൾ ഏതിലാണ് ടച്ചായി നിൽക്കുന്നത്? മുകളിൽ ടച്ചായി നിൽക്കുന്നതുകൊണ്ട് ഇത് നോർമലി ക്ലോസ്ഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ സാധനം എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഈ കോമണും ഈ ഒരു മുകളിൽ ഈ കോണ്ടാക്റ്റും തമ്മിൽ എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും. ഞാനിത് പറയുന്നത് ഒട്ടും അറിയാൻ മേത്തവർക്ക് വേണ്ടിയുള്ള കാര്യമാണ് കേട്ടോ. ഒരുമാതിരിപ്പെട്ട അറിയാവുന്നവരൊക്കെയാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോ. നമ്മൾ ബേസിക് തൊട്ട് പഠിക്കണമെന്നുള്ളൊരു ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഈ കോമണും ഈ പോയിൻ്റ് ഇവിടെ വന്നിട്ട് ഈ മുകളിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഈ ഭാഗം എപ്പോഴും നമുക്ക് കണ്ടാൽ മനസ്സിലായി ഇത് എപ്പോഴും മുട്ടിയിരിക്കുകയാണ്. അതിനാണ് ഈ നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഈ താഴത്തെ കണ്ട് ഇത് ഓപ്പൺ ആയിട്ട് നിൽക്കുകയാണ്, ഇത് മുട്ടിയിട്ടില്ല. ഈ ലൈനോടെ മുട്ടിയിട്ടില്ല. ഇറ്റ് മീൻസ് ഈ കോമണും ഇതുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. അപ്പോൾ അത് നോർമലി ഓപ്പൺ ആണ്. നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ. കോമണുമായിട്ടാണേ. കോമണുമായിട്ട് നോർമലി ഓപ്പൺ, നോർമലി ക്ലോസ്ഡ്, നോർമലി ഓപ്പൺ. ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല, ഇത് തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതൊരു ബീറ്റ് കണ്ടിന്യൂറ്റിയിൽ ഇട്ടേക്കുവാണ്. ഇത് സൗണ്ട് വരുവേ കോണ്ടാക്റ്റ് വരുമ്പോഴത്തേന്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് കോമൺ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കോമണിലും ഈ മുകളിലോട്ടും വെച്ച് കഴിയുമ്പം ഈ വയർ വന്നിട്ട് ഇവിടെ ടച്ചായിരിക്കുകയാണ്, കോണ്ടാക്റ്റ് വരും. അതുപോലെ തന്നെ ഈ കാണുന്ന എല്ലാ ലൈനും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ആയിരിക്കും. അതാണ് നോർമലി ക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഇതിലോട്ട് സപ്ലൈ കൊടുത്താൽ മാത്രമേ ഈ സാധനം താഴോട്ട് പോയിട്ട് താഴോട്ട് ഇത് കോണ്ടാക്റ്റ്. ഇപ്പോൾ നമ്മളിത് ഇപ്പോൾ സപ്ലൈ വന്നെന്ന് വിചാരിച്ചു, 230 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതിൽ ജസ്റ്റ് ഇപ്പോൾ സപ്ലൈ കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് താഴോട്ട് വലിഞ്ഞു കഴിയുമ്പോൾ മുകളിലെ കോണ്ടാക്റ്റ് പോയി താഴോട്ട് വന്നു. ഈ മുകളിലത്തെ ഇപ്പോൾ വിട്ട് കഴിയുമ്പോൾ ഈ സപ്ലൈ വിട്ട് കഴിയുമ്പോൾ മുകളിൽ വരും. അത് സപ്ലൈ കൊടുത്തു കഴിയുമ്പോൾ താഴെ വരും, താഴോട്ട് വലിയും. ഈ കോണ്ടാക്റ്റിന് മാഗ്നറ്റിക് ഫീൽഡായിട്ട് താഴോട്ട് വലിയും. ഇത്രയേ ഉള്ളൂ കോണ്ടാക്ടറിൻ്റെ അല്ലെങ്കിൽ റിലേയുടെയൊക്കെ ഫങ്ഷൻ. സപ്ലൈ കൊടുക്കുമ്പം ഇത് താഴോട്ട് വരും, സപ്ലൈ വിട്ട് കഴിയുമ്പോൾ മേലോട്ട് പോകും. ഇത് നോർമലി ക്ലോസ്ഡ്. പവർ ഇല്ലാത്ത സമയത്ത്, പവറുള്ള സമയത്ത് പവർ വരുമ്പോൾ ഇത് താഴോട്ട് പിടിക്കും, താഴെയുള്ള സിഗ്നൽ വരും. അതാണ് ഒരു സ്വിച്ചിങ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ നോർമലി ഓപ്പൺ ക്ലോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ അത് ഇൻ്റർലോക്കുകൾ അങ്ങനെയുള്ള സിസ്റ്റംസൊക്കെ ചെയ്യാനാണ്. ഇത് ഈ റിലേ വർക്കായ സമയത്ത് ആ റിലേ വർക്കാകരുത്, ആ റിലേ വർക്കാകുമ്പം മറ്റേ കോണ്ടാക്ടർ വർക്കാകരുത്. അങ്ങനെയൊക്കെ നമുക്ക് ഇൻ്റർലോക്ക് വയറിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ NONC എന്നൊക്കെ പറഞ്ഞ സിസ്റ്റംസൊക്കെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് അങ്ങനെ പല പല യൂസിനും പല ഈ 5 വോൾട്ട് 2 വോൾട്ടിൻ്റെയൊക്കെ റിലേ ഉണ്ട്. 2 വോൾട്ട് DC, 5 വോൾട്ട് DC, അങ്ങനെ എത്ര ലോ വോൾട്ടേജ് തൊട്ട് നമുക്ക് ഈ 5 വോൾട്ട് DC ആണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ അതൊരു 5 വോൾട്ട് DCയെ കൊടുത്ത ശേഷം ഇതിൻ്റെ NONC ഉപയോഗിച്ച് നമുക്ക് ഈ വലിയ കോണ്ടാക്ടർ യൂസ് ചെയ്യിപ്പിക്കാം. ആ 5 വോൾട്ട് DC വെച്ചിട്ട് ഇതിൻ്റെ കോയിൽ സപ്ലൈ 230 ആണെങ്കിൽ ആ ഒരു NONC കോണ്ടാക്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ വലിയ റിലേസും വലിയ കോണ്ടാക്ട്സും യൂസ് ചെയ്യിക്കാം. അതിനകത്ത് ഒരു വിഷയമില്ല. അപ്പോൾ ലോഡ് ഈ കോയിലിലോട്ട് വരുന്ന ലോഡെന്ന് പറഞ്ഞാൽ എപ്പോഴും ചെറിയ മില്ലി ആംപിയർ എടുക്കത്തുള്ളൂ, വലിയ ലോഡൊന്നും എടുക്കില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് അതിനുവേണ്ടിയാണ് ഈ സ്വിച്ചിങ് കോണ്ടാക്ടേഴ്സ്, റിലേസ് അങ്ങനെയുള്ള പല സാധനങ്ങളും ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു വലിയ കോണ്ടാക്ടറിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സപ്ലൈ എന്ന് പറഞ്ഞാൽ 220 വോൾട്ടാണ്. 220 വോൾട്ടാണ് ഇതിൻ്റെ കോയിൽ സപ്ലൈ. ഏതൊരു കോയിലായാലും 2 അറ്റം കാണും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങും ഒരു എൻഡിങ്ങും. അതാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന A1 A2. കാണാമോ നിങ്ങൾക്ക്? ഇത് A2, ഇവിടെ A1. ഇത് 2 കോയിലുകളുടെ എൻഡ് പോയിന്റുകളാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ കോയിലില്ലേ, ഈ കോയിലിന് ഒരു എൻഡ് പോയിന്റ് ഉണ്ട്. ഈ കോയിലിൻ്റെ സ്റ്റാർട്ടിങ്ങും ഈ എൻഡും, അതാണ് 2 കോയിലുകളുടെ എൻഡ് പോയിന്റ്. അതാണ് A1 A2 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ബേസിൽ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ ഇതേലും കാണും A1 A2 എന്ന്. ഇതാണോ കോയിലിൻ്റെ A1 A2. AC ആണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം.
AC ഓൾട്ടർനേറ്റീവ് കറണ്ട് ആയതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തിരിച്ചും മറിച്ച് കൊടുത്താലും ഒരു കുഴപ്പമില്ല. DC കൊടുത്താലും തിരിച്ചും മറിച്ച് കൊടുത്താലും റിലേ വർക്ക് ചെയ്യും. എൻ്റെ എക്സ്പീരിയൻസ് ആണ്. ഇനി അതിനകത്ത് മൈനസും പോസിറ്റീവും കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മൈനസും പോസിറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, ഒരു ടെൻഷനും ഇല്ല. ഇനി വർക്ക് ആയില്ലെങ്കിൽ വർക്ക്. പക്ഷേ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് തിരിച്ചും മറിച്ചും കൊടുത്തിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ആക്യുറേറ്റായിട്ട് കറക്റ്റ് AC DC വരുമ്പം നെഗറ്റീവ് ബ്ലാക്കും അങ്ങനെ പോസിറ്റീവ് റെഡും അങ്ങനെയാണ് അതിൻ്റെ കോമൺ കളർ വരുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി കൊടുക്കുക. അപ്പോൾ AC എങ്ങനെ വെള്ളം കൊടുക്കുക, ഒരു കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞ് നമ്മളിതൊരു 230 വോൾട്ടിൻ്റെ കോയിലാണ്. നമുക്ക് അതുപോലെ തന്നെ ഇതും തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ അത് ഇതിനകത്തൊരു മാഗ്നറ്റിക് ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കോയിലുണ്ട്. ഈ കോയിലിലോട്ടാണ് നമ്മുടെ ഈ A1 A2 എന്നുള്ള പോയിൻ്റ് നമ്മളിവിടെ സപ്ലൈ കൊടുക്കുമ്പോൾ അത് ഈ 2 പിന്നുകൾ വഴിയാണ് ഈ നമ്മുടെ ഈ കോയിലിലോട്ടുള്ള സപ്ലൈ വരുന്നത്. ഇത് അതിൻ്റെ കോയിലിൻ്റെ സപ്ലൈ ആണ്. നമ്മുടെ ഇപ്പം വരുന്നത് 415 വോൾട്ടാണെന്ന് വെച്ചോ. നമ്മുടെ ഉള്ളത് 230 വോൾട്ടിൻ്റെ കോയിലാണുള്ളത്, കോണ്ടാക്ടറാണുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോയിൽ മാറ്റിയിടാം. കോയിൽ മാറ്റിയിട്ടിട്ട് 415 വോൾട്ടിൻ്റെ കോയിൽ കിട്ടും. അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ ഈ കോണ്ടാക്ടർ വർക്ക് ചെയ്യിക്കാം. ഇപ്പോൾ നമുക്ക് അവൈലബിൾ ഉള്ള വോൾട്ടേജ് ന്യൂട്രൽ ഇല്ല, 415 വോൾട്ടേജ് 3 ഫേസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ഈ 3 ഫേസിൻ്റെ അല്ലെങ്കിൽ 2 ഫേസിൻ്റെ 3 ഫേസിൻ്റെ വരത്തില്ല, 2 ഫേസാണ് വരുന്നത്. 2 ഫേസിൻ്റെ 415 വോൾട്ടിൻ്റെ ആറും വൈയും റെഡ് ഫേസും വൈ ഫേസും എടുത്ത് കൊടുത്തിട്ട് കോണ്ടാക്ടർ വർക്ക് ചെയ്യിക്കാം, ഒരു കുഴപ്പമില്ല. ഇൻ കേസ് നിങ്ങളുടെ അതല്ല 24 വോൾട്ടാണ് വരുന്നത്, അപ്പോൾ നമുക്ക് ഈ കോയിൽ പിന്നെ മാറ്റാൻ 24 വോൾട്ടിൻ്റെ കോയിൽ വരും. അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് വർക്കാവും. അപ്പോൾ അങ്ങനെ അതാണ് എൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിതിനെ മാറ്റി ഇട്ട് നമുക്ക് പ്രവർത്തിപ്പിക്കാം. ഇത് തികച്ചും ബേസിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം ഇതിനകത്ത് A1 A2 ആയി. ഇത് നമ്മുടെ മെയിൻ കോണ്ടാക്ട് ലൈൻ L1 L2 L3. L1 L2 L3 മെയിൻ ഇൻകമിങ് സപ്ലൈ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു 230 വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം ഈ റിലേ പ്രവർത്തിച്ചത് കൂട്ട് തന്നെ ഈ സപ്ലൈ നേരെ കോണ്ടാക്ടർ എന്ന് പറഞ്ഞാൽ കോണ്ടാക്റ്റ് ആകുന്നൊരു സാധനമാണ്. ഇതിപ്പോൾ നോർമലി ഓപ്പൺ ആയിരിക്കും, സപ്ലൈ വരുന്ന സമയത്ത് ഇത് കോണ്ടാക്റ്റ് ആവും, എന്നിട്ട് ഔട്ട്പുട്ട് വരും. ഇതിൽ കൂടെ ഇവിടെ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട് വരും. അതുപോലെ 3 ഫേസ് മോട്ടറുകളൊക്കെ പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ 3 പോയിൻ്റ് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ മോളിൽ കൊടുത്തേക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലി ഓപ്പൺ എന്നോ നമ്മളിത് പറഞ്ഞ കൂട്ട് തന്നെ നോർമലി ഓപ്പൺ മീൻസ് നമുക്ക് ഇതിൽ വലിയ ലോഡ് കൊടുക്കാം. ഇതിൽ കൺട്രോളിൻ്റെ ലോഡ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, കൺട്രോളിൻ്റെ ലോഡ്. ഇത് NC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓഫ് ടൈമിൽ NC ആയിരിക്കും, മീൻസ് നോർമലി ക്ലോസ്ഡ് ആയിരിക്കും. നോർമലി ക്ലോസ്ഡ് ടച്ച് ആയിരിക്കും. അപ്പോൾ പവർ ചെല്ലുമ്പം അത് ഓപ്പൺ ആവും. നോർമലി ഓപ്പണിലിരിക്കുന്നത് സപ്ലൈ കൊടുത്ത് കഴിയുമ്പോൾ ക്ലോസ്ഡ് ആവും. മനസ്സിലായോ? ഏത് പൊസിഷനിലാണ് ഇരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടത് മാറും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഈ NC ഉണ്ടില്ലേ, ഈ NC 21 22 സ്നൈഡറാണ്. ഇത് സ്നൈഡറിൻ്റെ ആണ് 21 22. ഓക്കെ, NC NO എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് 13 14. ഇതൊരു കോഡ്, ഒരു നമ്പർ എന്ന് നമുക്ക് പറയാം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ബ്രാൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ NC എന്നുള്ള നമ്പർ 21 22 ആയിരിക്കും. അത് നമുക്ക് ഞാനൊരു ഉദാഹരണം പറയാം. ഇത് വേറൊരു സ്വിച്ചാണ്. ഇതിനകത്തിൽ ഒരു സ്വിച്ച് NOയും ഒരു സ്വിച്ച് NCയും ആണ്. ഉണ്ടല്ലേ ഈ 21 22. ഈ 21 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം നമ്പറാണ് 21 22. നോർമലി ക്ലോസ്ഡ് ആണ്. നോർമലി ക്ലോസ്ഡ് 21 22 നോർമലി ക്ലോസ്ഡ്. ഓക്കെ, ഈ 13 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഓപ്പൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഈ വേറെ ഈ ഗ്രീൻ സ്വിച്ചിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പർ 13 14 നോർമലി ഓപ്പൺ. അപ്പോൾ ഏത് ബ്രാൻഡ് ആണെങ്കിലും ഈ നമ്പേഴ്സ് എപ്പോഴും കറക്റ്റ് ആയിരിക്കും. 13 14 നോർമലി ഓപ്പൺ. ഇതിൽ എഴുതിയിട്ടില്ല, ഇത് ഈ സിമ്പിൾസ് ആണുള്ളത് നോർമലി ഓപ്പണിൻ്റെ. കണ്ടോ, നോർമലി ഓപ്പണിൻ്റെ സിമ്പിളാണുള്ളത് 13 14. പ്രതീക്ഷിക്കുന്നു ഇത് അതുപോലെ റിലേ ആണ്.
ഇത് 24 വോൾട്ട് DC റിലേ ആണ്. ഇതിനകത്ത് ഒരു പോയിന്റ് എണ്ണ മാത്രമേ ഉള്ളൂ. ഇത് നോർമലി ഓപ്പണാണ് എപ്പോഴും. നമുക്ക് സിഗ്നൽ ചെറിയ സിഗ്നലുകളൊക്കെ ആയിരുന്നു 12 വോൾട്ട് സിഗ്നൽ. നമുക്കിത് 230 വോൾട്ട് ഇവിടെ കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഔട്ട് എടുക്കാം. റിലേയുടെ ഫംഗ്ഷനൊക്കെ എന്തായാലും ഇത് കാണുന്നവർക്ക് കുറച്ച് ടെക്നിക്കൽ നോളജ് ഉള്ളവരെ ഇത് കാണത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഇതിൽ നമ്മൾ 12 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 230 വോൾട്ടാണ് കമാൻഡ് കൊടുക്കേണ്ടതെങ്കിൽ ഇത് ഇവിടെ 230 കൊടുക്കുക. ഇവിടെ നിന്ന് ഔട്ട് സിഗ്നൽ വരുമ്പം ഇത് ഔട്ട് 230 ഔട്ട് പോകും. നമ്മുടെ PCBയിൽ AC-യുടെ ഒക്കെ 30 ആംപിയർ വരെ താങ്ങുന്ന ഒരു 1 ടൺ AC-ക്കകത്തൊക്കെ ഈ റിലേയിൽ നിന്നാണ് ഔട്ട്പുട്ടൊക്കെ പോകാറുള്ളത്. 1.5 തൊട്ട് പിന്നെ 1.5ഉം ചില AC-കളിൽ നല്ല കപ്പാസിറ്റി ഉള്ളതൊക്കെ കൊടുക്കാറുണ്ട് ഇതുപോലുള്ള കോണ്ടാക്ട് റിലേസ്. പിന്നെ അതിന് മേലോട്ടൊക്കെ വരുമ്പോഴത്തേന് പിന്നെ കോണ്ടാക്ടേഴ്സൊക്കെ ആവും. അങ്ങനെ ടെണ്ണേജ് കൂടുന്നതനുസരിച്ച് കപ്പാസിറ്റി കൂടുന്നതനുസരിച്ച് പിന്നെ കോണ്ടാക്ടറിലോട്ട് മാറും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ടെസ്റ്റിലോട്ട് പോവാം, പ്രാക്ടിക്കൽ ടെസ്റ്റിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമുക്ക് ഒരു കോണ്ടാക്ടറിൽ എങ്ങനെ സപ്ലൈ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് ഞാനൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ ലൈറ്റാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഒരു ലൈറ്റാണ്, ചെറിയൊരു പാനൽ മൗണ്ട് ലൈറ്റാണ്. ഇത് പാനലിലൊക്കെ വരുന്ന ലൈറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 230 വോൾട്ട് സപ്ലൈ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് മെയിൻ ഇൻകമിങ് സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് ന്യൂട്രൽ, ഇത് ഫേസ്. ഓക്കെ, ഇത് ന്യൂട്രൽ, ഇതൊരു ഫേസ്. അപ്പോൾ നമുക്ക് ഈ ബൾബ് പ്രവർത്തിക്കണമെങ്കിൽ ഒരു ന്യൂട്രൽ ഫേസും വേണം. ഏത് ബൾബ് പ്രവർത്തിക്കണമെങ്കിലും ന്യൂട്രൽ ഫേസും വേണം. ഓക്കെ, അപ്പോൾ DC ആയാലും AC ആയാലും നെഗറ്റീവ് പോസിറ്റീവ് എന്തായാലും ഒരെണ്ണം വേണം. അപ്പോൾ ഈ ന്യൂട്രൽ ഞാൻ ഡയറക്റ്റ് ഈ ലൈറ്റേ കൊടുത്തു. ഫേസ് വന്ന് ഇതിൻ്റെ താഴെ കൊടുത്തേക്കും. ഇവിടെ സപ്ലൈ ഇല്ല, ആക്ച്വലി താഴെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫേസ് ഇതേ കൊടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് സപ്ലൈ. ഈ ഫേസിൽ നിന്ന് ഇതിലോട്ട് കൊടുത്തേക്കുന്ന ഒരു പോയിന്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പവർ ഇതിൽ കൊടുത്തു കഴിയുമ്പോൾ ഈ സപ്ലൈ ഓൾറെഡി ഇവിടെ കോമൺ ആയിട്ട് നിൽക്കുവാണ്. ഈ സപ്ലൈ ഇത് നേരെ പുഷായി കഴിയുമ്പോൾ ഈ സപ്ലൈ നേരെ പാസ് ചെയ്ത് കോണ്ടാക്ട് വഴി ഇതിലോട്ട് വരും. അപ്പോൾ ഓക്കെ, ഇതെല്ലാം മാറ്റി വെക്കാം. ഇതെല്ലാം റിലേ എല്ലാം സെയിം ഫങ്ഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇത് നമുക്ക് കുറച്ച് വലുതായതുകൊണ്ട് പെട്ടെന്ന് കണക്ഷൻ കൊടുക്കുക, അതുകൊണ്ടാണ് ഞാൻ. അപ്പോൾ ഇത് ന്യൂട്രൽ ഡയറക്റ്റ് ഇതിൽ വന്നു, ഫേസ് വന്ന് ഇവിടെ നിൽക്കുകയാണ്, ഒരു ഫേസ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സപ്ലൈ കൊടുക്കാം. സപ്ലൈ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ ഓൾറെഡി ഒന്ന് ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഓക്കെ, സപ്ലൈ ഓൾറെഡി ഇവിടെ വന്ന് നിൽപ്പുണ്ട്. 230 വോൾട്ട് ഇവിടെ നിൽപ്പുണ്ട്. ഇത് 230 വോൾട്ടാണ് ഇവിടെ, നിങ്ങൾക്ക് കാണാം. ഇവിടെ വോൾട്ടേജ് ഇല്ല, ഇവിടെ വോൾട്ടേജ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക് ഇത് പുഷ് ആകുമ്പോൾ ന്യൂട്രൽ ഓൾറെഡി ഡയറക്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഫേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, ഇവിടെ ലൈറ്റിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ കോയിൽ ഇപ്പോൾ വർക്കിംഗ് അല്ല. ഈ കോയിലിൻ്റെ ഈ പോയിന്റിൽ ഞാൻ സപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് മാനുവലിൽ ഇത് പുഷ് ചെയ്താലും ഈ ലൈറ്റ് കത്തും. കണ്ടോ, മാനുവലി പുഷ് ചെയ്ത ഈ ലൈറ്റ് കത്തും. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ. പക്ഷേ നമുക്ക് മാനുവലല്ല ഇത് വർക്ക് ചെയ്യിക്കേണ്ടത്. വേറൊരു സപ്ലൈ എടുത്ത് ഈ കോയിലിലോട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് തന്നെ നമ്മൾ അവിടെ ഇരുന്നൊരു വയറിട്ട് ഇത് കൊടുക്കുക എന്ന് വെച്ചോ. വേറെ ഒരു സ്ഥലത്തിരുന്ന് ഒരു വയർ ഇങ്ങനെ കൊടുത്തിട്ട് ഒരു സ്വിച്ച് അവിടെ വെക്കുക. ഈ ലൈറ്റ് കത്തിക്കണം. ഇത് പിടിച്ചു, ആ ഒരു മാഗ്നറ്റിക് ആയതുകൊണ്ട് അത് പിടിച്ചു തന്നെ. ഈ വയർ സപ്ലൈ കൊടുക്കുമ്പോൾ വർക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ ഒരു കോണ്ടാക്ടറിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിനകത്തിപ്പോൾ 230 വോൾട്ട് സപ്ലൈ ഉണ്ട്. നമ്മളിത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യും. ഈ സപ്ലൈ ഇങ്ങോട്ട് പാസ്സായി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഇപ്പം ഞാൻ ഇതൊരു കണക്ഷൻ കൊടുത്തതാണ്. ഇത് സിംഗിൾ ഫേസ് കോണ്ടാക്ടറാണ്, സെയിം കോണ്ടാക്ടറാണ്. സിംഗിൾ ഫേസ് 25 ആംപിയർ വരെ ഇതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 25 ആംപിയർ വരെ നമുക്കിത് യൂസ് ചെയ്യാം.
കേട്ടോ. 25 ആംപിയർ വരെ. സെയിം നമ്മൾ A1 A2 ഉണ്ട്, മുകളിൽ ഇവിടെ A1 ഉണ്ട്, ഇവിടെ A2 ഉണ്ട്. A1 ഞാൻ ന്യൂട്രൽ കൊടുത്തു വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ലൈറ്റിൻ്റെ ന്യൂട്രൽ ഞാൻ ഒരുമിച്ച് കൊടുത്തു, ഫേസ് ഇവിടെ കൊടുത്തു, മെയിൻ കോമൺ ഫേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഒരു കോമൺ ഫേസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ A1 A2 നമുക്കിത് മാനുവലിലൊന്നും പുഷ് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, നമ്മളിത് സപ്ലൈ കൊടുക്കണം. ഇത് നമ്മൾ സപ്ലൈ ഇതിലോട്ട് കൊടുക്കുകയെന്ന് വെച്ചോ, ഓട്ടോമാറ്റിക് അത് പിടിച്ചു. അതിൻ്റെ ആ ഒരു അകത്തൊരു ഓറഞ്ച് ടൈപ്പിൽ ഒരു ഇൻഡിക്കേഷൻ മാതിരി ഇങ്ങനെ വരും. ഇതാണ് നമുക്ക് കമാൻഡ് ചെയ്യിക്കുന്ന ഒരു സിസ്റ്റം. ഈ കോയിൽ വർക്ക് ചെയ്യിക്കുക, ഇതാണ് ഇതിൻ്റെ മെയിൻ സിസ്റ്റം. അപ്പോൾ ഈ പവർ സപ്ലൈ പാസ് ചെയ്ത് അതിൽ അങ്ങോട്ട് വരും. ഇതാണ് റിലേ ആയാലും കോണ്ടാക്ടർ ആയാലും എന്താണെന്ന് പറഞ്ഞാലും അതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ സ്വിച്ചിങ് ആണ്. അതാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരണമെന്നുള്ളൊരു മെയിനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഒരു സ്വിച്ച് വെച്ച് ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്യിപ്പിക്കാം. പിന്നെ അതിൻ്റേതായ അടുത്ത ക്ലാസ്സുകളിലേക്ക് നമുക്ക് പോവാം. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ബേസിക് ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിലേ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഓരോരോ ലെവലിലായിട്ടായിരിക്കും പോകുന്നത്. അപ്പം നമ്മൾ ഈ ബേസിക് തൊട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് അടുത്തടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ ഒന്നും പിടികിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, ഒരു റിലേയുടെ ഫങ്ഷൻ തൊട്ട്. അപ്പോൾ നമുക്കൊരു പിടുത്തം വരും, എന്താണ് ഈ സംഭവം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വന്നിട്ട് ഇതിൻ്റെ അടുത്ത ലെവലിൽ പഠിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.